കാസർഗോഡേക്കാണ്. അവിടെ ഒരു ശൈശവ വിവാഹം നടന്നു തൃക്കരിപ്പൂരിൽ. ഇതിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കോടതി നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ പിതാവും വരനുമടക്കം 4 പേർക്കെതിരെയാണ് കേസ്. പടന്ന എടച്ചാക്കൈ അഴിക്കൽ ജുമാ മസ്ജിദിൽ വെച്ച് 16-കാരിയെ 28-കാരന് വിവാഹം ചെയ്തു നൽകുകയായിരുന്നു. ഈ മാസം 13-നാണ് തൃക്കരിപ്പൂർ എടച്ചാക്കൈ അഴിക്കാൽ ജുമാ മസ്ജിദിൽ വെച്ച് എടച്ചാക്കൈ സ്വദേശിയായ 28 വയസ്സുകാരനായ പ്രവാസി യുവാവും 16 വയസ്സുകാരിയും തമ്മിലുള്ള വിവാഹം നടന്നത്. സംഭവത്തിൽ വരൻ, പെൺകുട്ടിയുടെ പിതാവ്, ജുമാ മസ്ജിദ് സെക്രട്ടറി PK താജുദ്ദീൻ, ജുമാ മസ്ജിദിലെ ഉസ്താദ് റഹ്മത്തുള്ള എന്നിവരുടെ പേരിലാണ് കോടതി നിർദ്ദേശപ്രകാരം ചന്തേര പോലീസ് കേസെടുത്തത്. പടന്ന പഞ്ചായത്തിലെ എടച്ചാക്കൈ 13-ാം വാർഡ് മെമ്പറാണ് PK താജുദ്ദീൻ. പെൺകുട്ടിയുടെ വീടുൾപ്പെടുന്ന സ്ഥലത്തെ ജമാഅത്ത് കമ്മിറ്റിക്ക് മുൻപാകെ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാത്തതിനാൽ വിവാഹ ചടങ്ങ് നടത്താനാവില്ലെന്ന് അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അഴിക്കാൽ ജുമാ മസ്ജിദിൽ വെച്ച് വിവാഹം നടത്തിയത്. ഇനി ആര് തന്നെ ആയാലും ശൈശവ വിവാഹ നിരോധന നിയമം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിനകത്ത് പഴയ കാലത്ത് നിന്നുള്ള പഠന ഇന്ന് ഒരുപാട് മാറിയിട്ട് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇത്തരത്തിൽ ശൈശവ വിവാഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആര് തന്നെ ആയാലും അതിനെ നിയമപരമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ബാലവിവാഹ നിരോധന ഓഫീസർ അന്വേഷണം നടത്തി ഹൊസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതി കേസെടുക്കാൻ പോലീസിൽ നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ തെളിവ് നശിപ്പിക്കുവാൻ ശ്രമമുണ്ടെന്നും സമഗ്ര അന്വേഷണത്തിന് ഉന്നത പോലീസ് സംഘത്തെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. പോസോ ആക്ട് അനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങൾ നടത്തുവാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. തെളിവുകൾ ലഭ്യമായില്ല എന്നുള്ള നിയമവിരുദ്ധ നിലപാടും നടപടികളുമായി ആയിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം സമീപനങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. ഓൺലൈനായി ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തി ചൈൽഡ് ലൈനും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.